ട്രെയിൻ ഗതാഗതത്തെ ഇതെങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? റെയിൽവേ പാളത്തിലേക്കാണോ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ് കിടക്കുന്നത്? റെയിൽവേ പാളത്തിലേക്ക് വീണിട്ടില്ല, പക്ഷെ അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആ ട്രെയിനിന്റെ ഈ മൂവ്മെന്റ് തടസ്സപ്പെടും. അപ്പോൾ മറ്റ് ഈ ട്രെയിൻ ഗതാഗതത്തെ കൂടി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോ ട്രാക്കും കൃത്യമായി ആസൂത്രണത്തോടു കൂടി സമയബന്ധിതമായി ചെയ്യുന്നതാണ്. ഒരു ഈ ട്രെയിൻ പോകാതിരുന്നാൽ പോലും ചെറിയ തോതിലുള്ള സമയത്തിൽ വ്യത്യാസം വരും. അത് സ്വാഭാവികമായും ഉണ്ടാവും. എന്തായാലും പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെടുമ്പോഴും അവർ ഇതുവരെ അപകടം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ആളുകൾക്ക് പരിക്കുകൾ ഉള്ളതായി വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ട്രെയിനിന്റെ ഈ സമയം എല്ലാം തന്നെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഈ നടപടികളിലേക്ക് പാലക്കാട് ഡിവിഷൻ പോവുകയും ചെയ്യും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ കെട്ടിടം തകർന്നു വീണിട്ടുള്ളത്. ഏറ്റവും ഉയരത്തിൽ നിന്ന് ഈ കെട്ടിടം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അതായത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വീഴുകയായിരുന്നു. ആ സമയത്ത് തൊട്ടടുത്ത് ആളുകൾ, ഇതിന് താഴെയായ ആളുകൾ ഇല്ലാത്തത് വലിയ അപകടത്തിൽ നിന്ന് ഈ രക്ഷപ്പെടാൻ സാധ്യമായി. ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. ഈ കെട്ടിടം പൊളിച്ച് ഈ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുകൂടിയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റെയിൽവേ സ്റ്റേഷനിലെ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ആണ് ഈ സംഭവം. അതിന് തൊട്ടടുത്ത് ഈ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും RPF-ന്റെയും സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഉള്ള ആളുകളിൽ നിന്ന് ഈ അധികൃതർക്ക് ലഭിച്ച വിവരപ്രകാരം അതിനകത്ത് ആരും അകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ പരിശോധന വേണ്ടിവരും. അത്തരം കാര്യങ്ങളിലേക്ക് കൂടിയാണ് അധികൃതർ കടക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം തകർന്നു വീണിരിക്കുകയാണ്. ആളപായമൊന്നുമില്ല. വിവരം